ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പഞ്ചായത്ത് ഇലക്ഷനൊക്കെ അടുത്ത് വരികയല്ലേ, അപ്പോൾ നമുക്ക് നമ്മുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും അവരുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ സെർച്ച് ബാറിൽ sec.kerala.gov.in എന്ന് ടൈപ്പ് ചെയ്ത് ശേഷം ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ശേഷം വരുന്ന റിസൾട്ടിൽ നമുക്കിതുപോലെ ഒന്നാമതായിട്ട് തന്നെ കാണാം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരള എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു ഹോം പേജ് ഇതുപോലെ ഓപ്പൺ ആയി വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് കാണാം. അവിടെ പൊതുജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്കെന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പോർട്ടലാണിത്. അതുപോലെ തന്നെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ തുടങ്ങിയവയിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സേവനങ്ങളാണ് ഈ ഒരു പോർട്ടലിലൂടെ ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അനൗൺസ്മെൻറ്റ്സ് എന്നുള്ളത് കാണാം. വോട്ടർ പട്ടികയിൽ പുതുതായിട്ട് പേര് ചേർക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ് നമുക്ക്. അതിനുശേഷം ഇവിടെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന സിറ്റിസൺ എന്നുള്ള ഈ ഒരു ഓപ്ഷനൊന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്കിവിടെ വോട്ടർ സർവീസസ് എന്നുള്ളൊരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും. അവിടെ നമുക്ക് അഡീഷൻ, കറക്ഷൻ തുടങ്ങിയ ഓപ്ഷൻസൊക്കെ നമുക്ക് കാണാം. ഇവിടുന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ താഴെ സെർച്ച് വോട്ടർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണാം. ഇവിടെ സെർച്ച് വോട്ടർ എന്നുള്ള ഈ ഓപ്ഷനിൽ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. വോട്ടർ സെർച്ച് ഓപ്ഷൻസ് എന്നുള്ളതാണ് അവിടെ നമുക്ക് രണ്ട് രീതിയിൽ നമ്മുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. സെർച്ച് വോട്ടർ സ്റ്റേറ്റ് വൈസ് എന്നുള്ളതും സെർച്ച് വോട്ടർ ലോക്കൽ ബോഡി വൈസ് എന്നുള്ളതുമാണ്. ഇവിടുന്ന് നമുക്ക് നമ്മുടെ വോട്ടർ ID കാർഡ് നമ്പർ അറിയുന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് വൈസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സെർച്ച് ചെയ്യാവുന്നതാണ്. അല്ല എങ്കിൽ നമുക്ക് ലോക്കൽ ബോഡി വൈസ് ആണ് നമ്മുടെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് തിരയേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ID കാർഡ് നമ്പർ വെച്ച് സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റേറ്റ് വൈസ് എന്നുള്ള ഓപ്ഷൻ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. തുടർന്ന് ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നമ്മൾ വന്നിട്ടുണ്ടായിരിക്കും. വോട്ടർ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അവിടെ നമ്മുടെ വോട്ടേഴ്സ് ID കാർഡിലെ നമ്പർ നമ്മൾ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ താഴെയുള്ള സെർച്ച് എന്നുള്ള ഈ ഒരു ഓപ്ഷനിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ താഴെയിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. ആ ഒരു വോട്ടറുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെ വലത്തോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വോട്ടർ ഉൾപ്പെടുന്ന ലോക്കൽ ബോഡി ഏതാണ്, വാർഡ്, പോളിംഗ് സ്റ്റേഷൻ, സീരിയൽ നമ്പർ തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന വോട്ടറുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി ഇതുപോലെയാണ് നിങ്ങളുടെ പേര് കാണിക്കുന്നതെങ്കിൽ, അതായത് നിങ്ങളുടെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടില്ലെങ്കിൽ സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേര് ചേർക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ID കാർഡ് നമ്പർ അറിയില്ല എങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പേര് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ലോക്കൽ ബോഡി വൈസ് എന്നുള്ള ഓപ്ഷൻ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഇവിടെ ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ചൂസ് ദ ലോക്കൽ ബോഡി എന്നുള്ളതാണ്. അപ്പോൾ അതിന് നേരെയുള്ള ആ സെർച്ച് ബട്ടണിൽ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ വന്നിട്ടുണ്ടായിരിക്കും. അവിടെ ബ്രൗസ് ലോക്കൽ ബോഡി എന്നുള്ളതുണ്ട്. അതിൽ ഒന്നാമത്തെ ഓപ്ഷൻ വരുന്നത് ചൂസ് ഡിസ്ട്രിക്റ്റ് എന്നുള്ളതാണ്. അവിടെ നമ്മുടെ ഡിസ്ട്രിക്റ്റ് നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ വരുന്നത് ചൂസ് ലോക്കൽ ബോഡി എന്നുള്ളതാണ്. അതിൽ നിന്ന് നിങ്ങളുടെ ലോക്കൽ ബോഡി പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അപ്പോൾ ഏതാണ് എന്നുള്ളത് അതിൻ്റെ ആ ഒരു പേര് നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ഓക്കെ എന്നുള്ള ബട്ടണൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഓപ്ഷനിൽ വരുന്നത് പ്രൊവൈഡ് വോട്ടർ നെയിം അല്ലെങ്കിൽ വോട്ടർ ID കാർഡ് നമ്പർ എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വോട്ടർ ID കാർഡ് നമ്പർ നമുക്കറിയില്ല. അപ്പോൾ നമ്മുടെ വോട്ടർ നെയിം എന്നുള്ള ഭാഗത്ത് നമ്മുടെ പേര് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. ശേഷം അതിന് താഴെയായിട്ടൊരു കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് വലതുവശത്തുള്ള ആ ഒരു കോളത്തിൽ ആ ഒരു കോഡ് നമ്പർ അതുപോലെ തന്നെ കറക്റ്റായിട്ടൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള സെർച്ച് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നമുക്ക് ആ ഒരു സെർച്ച് റിസൾട്ട് ഇതുപോലെ താഴെ വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു ലിസ്റ്റിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത അതേ പേരിലുള്ള കംപ്ലീറ്റ് ആളുകളുടെ ലിസ്റ്റ് നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏതൊരാൾക്കും സ്വന്തമായി അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് അവരുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താവുന്നതാണ്. തീർച്ചയായും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.